മറ്റൊരു കൊലപാതക വാർത്തയിലേക്കാണ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തി. അച്ഛനിൽ നിന്ന് കടം വാങ്ങി 1500 രൂപയെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മദ്യലഹരിയിലായിരുന്നു കൊലപാതകം. അച്ഛൻ അനക്കമില്ലാതെ കിടക്കുന്നുവെന്ന് നാട്ടുകാരെ വിളിച്ചറിയിച്ചതും പ്രതിയായ മകൻ വിഷ്ണു തന്നെയായിരുന്നു. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ സ്വദേശി വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് വണ്ടിപ്പെരിയാർ അഞ്ചുമുക്ക് ഭാഗത്ത് താമസിക്കുന്ന പുതുപ്പറമ്പിൽ മോഹനനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം മോഹനന്റെ ഭാര്യ കുമാരിയും മകൻ വിഷ്ണുവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അനക്കമില്ലാതെ അച്ഛൻ കിടക്കുന്നുവെന്ന് നാട്ടുകാരെ അറിയിച്ചതും വിഷ്ണുവും മാതാവും ചേർന്ന് തന്നെ. അയൽവാസികളെത്തുമ്പോൾ കണ്ടത് മോഹനൻ മുറിക്കുള്ളിലെ കട്ടിലിൽ മരിച്ച നിലയിൽ കിടക്കുന്നതാണ്. സംശയകരമായ രീതിയിൽ മുറിക്കുള്ളിൽ തുണികൊണ്ട് രക്തക്കറ മറച്ചുവെച്ചത് അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനു പുറമെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ വിഷ്ണു വിസമ്മതിച്ചു. ഇതോടെ പ്രദേശവാസികൾക്ക് മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന സംശയം ബലപ്പെട്ടു. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ വിഷ്ണു കുറ്റം സമ്മതിച്ചു. സംഭവം ഇങ്ങനെയായിരുന്നു. മദ്യപിച്ച ശേഷം അച്ഛനും മകനും വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. സംഭവ ദിവസം മോഹനന്റെ കയ്യിൽ നിന്നും മകൻ വിഷ്ണു 1500 രൂപ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. മോഹനന്റെ ഭാര്യ ഇരുവരെയും പിടിച്ചുമാറ്റി. രംഗം ശാന്തമായെന്ന് വിശ്വസിച്ച് അമ്മ കുളിക്കാൻ കയറിയപ്പോൾ വീണ്ടും രണ്ടുപേരും തമ്മിൽ അടിയുണ്ടായി. ഇതിനിടെ വിഷ്ണു മോഹനന്റെ തല പിടിച്ച് ഭിത്തിയിൽ 4 തവണ ഇടിച്ചു. സ്വന്തം ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം വിഷ്ണുവിന്റെ കഴിവുകേട് ആണെന്ന് മോഹനൻ പറഞ്ഞിരുന്നതും കൊലപാതകത്തിന് കാരണമായി. പോസ്റ്റ്മോർട്ടത്തിൽ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമായതെന്ന് കണ്ടെത്തിയിരുന്നു. തെളിവെടുപ്പിന് ശേഷം വിഷ്ണുവിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. മകനെ രക്ഷിക്കാൻ സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചതിന് വിഷ്ണുവിന്റെ അമ്മ കുമാരിയെയും പ്രതി ചേർത്തേക്കും. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നു. 24 ഇടുക്കി.